ജനതകളുടെ അക്രമത്തിന് അറുതി വരുത്തുകയും തന്നിൽ ആശ്രയിക്കുന്നവനെ മരണകവാടത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവിനെ സ്തുതിക്കുകയാണ് 9-ാം സങ്കീർത്തന കർത്താവ്. പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല, തീർച്ച. ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിനു ഞാൻ സ്തോത്രമാലപിക്കും. എന്തെന്നാൽ എന്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു. അങ്ങ് എനിക്കു നീതി നടത്തിത്തന്നിരിക്കുന്നു. അങ്ങു ന്യായാസനത്തിലിരുന്നു നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. അവിടുന്നു ജനതകളെ ശകാരിച്ചു. അവിടുന്നു ദുഷ്ടരെ നശിപ്പിച്ചു. അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു. ശത്രുനാശക്കൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു. അവരുടെ സ്മരണ പോലും മാഞ്ഞുപോയിരിക്കുന്നു. എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു. ന്യായവിധിക്കാണ് അവിടുന്നു സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടുന്നു ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്നു ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവു മർദ്ദിതരുടെ ശക്തി ദുർഗമാണ്. കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. അങ്ങയുടെ നാമമറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. സിയോനിൽ വസിക്കുന്ന കർത്താവിനു സ്തോത്രം ആലപിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തി
പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ രക്തത്തിനു പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും. പീഡിതരുടെ നിലവിളി അവിടുന്നു മറക്കുന്നില്ല. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. കർത്താവേ, എന്നോടു കരുണ കാണിക്കണമേ. മരണകവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനേ, വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ. അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ. അങ്ങു നൽകിയ വിമോചനമോർത്തു സിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ. തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു. തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി. കർത്താവു തന്നെ തന്നെ വെളിപ്പെടുത്തി. അവിടുന്നു ന്യായവിധി നടത്തി. ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി. ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ. ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ദരിദ്രരെന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല. പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ. മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ. കർത്താവേ, അവരെ ഭയാധീനരാക്കേണമേ. തങ്ങൾ വെറും മർത്യരാണെന്നു ജനതകൾ മനസ്സിലാക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനു നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ